ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊഡ്യൂൾ 1 ബിസിനസ് എൻവയോൺമെൻറ്റ്. അതിൽ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് നേച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, അതിൻ്റെ ടൈപ്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നാണ്. മീനിങ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മീനിങ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റ് refers to all external and internal factors that influence a business decisions, strategies and performance. ഒരു ബിസിനസ്സിൻ്റെ ഡിസിഷൻ, സ്ട്രാറ്റജീസ്, പെർഫോമൻസ് ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ കണ്ടീഷൻസ്. എല്ലാ ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ കണ്ടീഷൻസും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എക്സ്റ്റേർണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആണ്. അതൊക്കെ നമ്മൾ ലേറ്റർ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then what is nature of business environment? എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ നേച്ചർ? ഫസ്റ്റ് വൺ വന്നിട്ട് കോംപ്ലക്സ് ആണ്. എന്താണ് കോംപ്ലക്സ്? മെനി ഇൻ്റർ റിലേറ്റഡ് ഫാക്ടേഴ്സ് അഫക്റ്റ് ബിസിനസ്. ഒരു ഫാക്ടർ അല്ല, പല തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആണ്. ഓക്കെ, ദെൻ ഡൈനാമിക്, കീപ് ചേഞ്ചിങ് ഓവർ ടൈം. എക്സാമ്പിൾ ടെക്നോളജി ഓർ ഗവൺമെൻറ് പോളിസി. അതായത് നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സാകുമ്പോൾ എപ്പോഴും ചേഞ്ചസ് വരും. ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസീസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ആ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് ആണ്, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആണ്. ദെൻ വന്നിട്ട് അൺസർട്ടൈൻ. ബിസിനസ് കാൺട്ട് ഓൾവേസ് പ്രെഡിക്റ്റ് ചേഞ്ചസ്. നമുക്ക് ബിസിനസ് ഇനി എന്താണ് ബിസിനസ്സിൽ വരാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സംഹൗ ചിലപ്പോഴൊക്കെ അത് നടന്നേക്കാം, പക്ഷേ നമുക്ക് എപ്പോഴും അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സർട്ടൈൻ ആണ്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് പീപ്പിൾ മേ പെർസീവ് ഇറ്റ് ഡിഫറെൻ്റ്ലി. മൾട്ടി ഫേസ്ഡ്. അതായത് പല തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ബിസിനസ്സിനെ കാണുന്നത് പല തരത്തിലായിരിക്കും. ഇപ്പം ഞാൻ കാണുന്ന ഒരു രീതിക്കായിരിക്കില്ല മറ്റൊരാൾ ഒരു ബിസിനസ്സിനെ കാണുക. അതിൻ്റെ പെർസെപ്ഷൻ വേറെ ആയിരിക്കും, മറ്റേയാളുടെ വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇത് ഡിഫറെൻ്റ് ആണ്. റിലേറ്റീവ്, വേരീസ് ഫ്രം കൺട്രി ടു കൺട്രി ഓർ ഈവൻ റീജിയൻ ടു റീജിയൻ. കൺട്രി മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ റീജിയൻ മാറുന്നതനുസരിച്ച് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇതൊക്കെയാണ് അതിൻ്റെ നേച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. ഓക്കെ, സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് കവേഴ്സ് ഓൾ ഏരിയാസ് ദാറ്റ് അഫക്റ്റ് എ ബിസിനസ്. ബിസിനസ്സിനെ എല്ലാ ഏരിയനെയും അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഏരിയ അത് കവർ ചെയ്യുന്നുണ്ട്. ആദ്യം എക്കണോമിക് എൻവയോൺമെൻറ്റ്, അതായത് ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, GDP ഗ്രോത്ത്, ഇതെല്ലാം എക്കണോമിക് എൻവയോൺമെൻറ്റ് വരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ് അതാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി, ടാക്സ്, ലോസ് ഒക്കെയാണ് വരുന്നത്. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ വാല്യൂസ്, ബിലീഫ്, ലൈഫ് സ്റ്റൈൽ ഒക്കെയാണ് വരുന്നത്. ദെൻ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ ഇന്നോവേഷൻസ്, R&D, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, IT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെയാണ് നമ്മുടെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് വരുന്നത്. നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ക്ലൈമറ്റ്, സസ്റ്റൈനബിലിറ്റി ഇഷ്യൂസ് ഇതൊക്കെയാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. നമ്മുടെ ബിസിനസ്സിലുള്ള എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ത്രെഡ്സ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ബിസിനസ് ഹെൽപ്പ് ചെയ്യും. അതിന് ചേഞ്ചിനോട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ അസിസ്റ്റ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്, ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ്ങിനും പോളിസി മേക്കിങ്ങിനൊക്കെ നമ്മളെ അസിസ്റ്റ് ചെയ്യും. അതിനുശേഷം എന്താണ് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനും ഫോർകാസ്റ്റിങ്ങിനൊക്കെ നമുക്ക് ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മളെ അതുവഴി നമുക്ക് ഹെൽപ്പ് ചെയ്യും. പെർഫോമൻസ് ഇമ്പ്രൂവ് ആക്കും. നമുക്ക് എത്ര തരത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള ഔട്ട്കംസ് ആണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ബെറ്റർ ഔട്ട്കംസിലോട്ട് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. എയ്ഡ്സ് ഇൻ ടേപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്, ഗൈഡ്സ് ദ യൂസ് ഓഫ് ഫിനാൻഷ്യൽ, ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ്, മെറ്റീരിയൽ റിസോഴ്സസ് ഒക്കെ നമ്മുടെ ഫേം അല്ലെങ്കിൽ കമ്പനിക്ക് ആവശ്യമാണ്. അതിൻ്റെ ബെറ്റർ യൂസ് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ യൂസ്, അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഒരു ഗൈഡൻസ് തരും.
എൻഷുർ ബിസിനസ് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. അഡാപ്റ്റിംഗ് ടു ചേഞ്ചസ് എൻഷുർസ് ലോങ് ടേം സക്സസ്. ഇപ്പോൾ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് ആ ചേഞ്ചോട് നല്ല ഉദ്ദേശം വേണം, അല്ലെങ്കിൽ ലോങ് ടേം സക്സസ് ഉണ്ടാവണം. ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ കമ്പനി തകർന്നു പോകാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ആ ബിസിനസ്സിന് എത്രത്തോളം സർവൈവൽ എൻഷുർ ചെയ്യും, ആ ചേഞ്ചോട് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ്, അതിലെ കുറച്ച് കാര്യങ്ങൾ വരുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആണ്. അതിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഉണ്ട്. ആദ്യം നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആണ്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് വിതിൻ ദ ബിസിനസ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ അകത്തുള്ള ഫാക്ടേഴ്സാണ്, അത് നമുക്ക് ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? എംപ്ലോയീസ് നമ്മുടെ ബിസിനസ്സിനകത്തുള്ളതല്ലേ, അവരുടെ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, മാനേജ്മെൻറ്റ് നമ്മുടെ കമ്പനിയുടെ അകത്തുള്ളതല്ലേ, അവർ എങ്ങനെയാണ് ലീഡർഷിപ്പ് നടത്തുക, അവരുടെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, അതെല്ലാം എന്താണ്? ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആണ്. ദെൻ കമ്പനി കൾച്ചർ, വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് വിതിൻ ദ കമ്പനി, കമ്പനിയുടെ അകത്തുള്ള വാല്യൂസും പ്രാക്ടീസസും കമ്പനിയുടെ ക്ലൈമറ്റ് കൾച്ചറൊക്കെ എങ്ങനെയാണ്. ക്യാപിറ്റൽ റിസോഴ്സസ്, നമ്മുടെ കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഫിനാൻസ്, അസറ്റ്, ഇതൊക്കെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ, ഹയറാർക്കീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മുടെ കമ്പനിയുടെ അകത്ത് വരുന്നതല്ല, ഇതൊക്കെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ഇൻറ്റേർണലി അല്ലെങ്കിൽ വിതിൻ ദ ഓർഗനൈസേഷൻ നമ്മളെ കമ്പനീനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്താണ് നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദ ബിസിനസ് വിച്ച് കാനോട്ട് ബി കൺട്രോൾഡ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡുള്ള ഫാക്ടേഴ്സാണ്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതിൽ മൈക്രോ എൻവയോൺമെൻറ്റ് ഉണ്ട്, ദെൻ മാക്രോ എൻവയോൺമെൻറ്റ് ഉണ്ട്. ഓക്കെ, മൈക്രോ എൻവയോൺമെൻറ്റും മാക്രോ എൻവയോൺമെൻറ്റും ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അകത്തുള്ളതാണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഡയറക്റ്റ്ലി അഫക്ട്സ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആണ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കമ്പോണൻസ് കസ്റ്റമേഴ്സ് ആരാണ്? ബയേഴ്സ് ഓഫ് ദ പ്രൊഡക്ട്സ് ഓർ സർവീസസ്, നമ്മുടെ സാധനങ്ങൾ വാങ്ങുക ചെയ്യുന്ന ആളാണ് കസ്റ്റമർ. സപ്ലയേഴ്സ് ആരാണ്? പ്രൊവൈഡ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇൻപുട്സ്, നമുക്ക് റോ മെറ്റീരിയൽസും ഇൻപുട്സ് ഒക്കെ തരുന്ന പ്രൊവൈഡേഴ്സിനെയാണ് നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറയുക. കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുന്ന മറ്റ് ബിസിനസ്സിനെയാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുക. ഇൻ്റർമീഡിയറീസ്, അതായത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഏജൻസ്, നമുക്ക് സാധനങ്ങൾ തരികയും കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്ത മിഡിൽ മെൻസ്, ഇൻ്റർമീഡിയറീസ്, അവരെയാണ് നമ്മൾ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുക. ദെൻ പബ്ലിക് ആരാണ്? ജനറൽ പബ്ലിക്, മീഡിയ, ഇവരെല്ലാം പബ്ലിക് എന്ന് പറയും. ഇവരൊക്കെയാണ് ആര്? മൈക്രോ എൻവയോൺമെൻറ്റിൽ, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലെ മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്ന ആൾക്കാരാണ് ഇവർ. ഇനി മാക്രോ എൻവയോൺമെൻറ്റിൽ എന്താണ് നമുക്ക് നോക്കാം. ഇതൊരു ബ്രോഡർ ആയിട്ടുള്ള എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആണ്, ഇൻഡയറക്റ്റ് ആണ്, പക്ഷേ ലോങ് ടേം ഇൻഫ്ലുവൻസ് ആയിരിക്കും. അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു GDP, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് ഒക്കെയാണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരിക. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്, അതായത് ലോസ്, റെഗുലേഷൻസ്, ഗവൺമെൻറ് പോളിസീസ്, ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ് വരിക. ദെൻ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, അതായത് നമ്മുടെ ട്രഡീഷൻസ്, എഡ്യൂക്കേഷൻസ്, കസ്റ്റംസ്, ബിലീഫ്, വാല്യൂസ്, ഇതൊക്കെയാണ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ദെൻ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ ഇന്നോവേഷൻസ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ. ദെൻ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷൻ, ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. ഗ്ലോബൽ എൻവയോൺമെൻറ്റ്, ഇൻ്റർനാഷണൽ ട്രെൻഡ്സ്, ഗ്ലോബലൈസേഷൻ, ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അതിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലുണ്ട്, MSMEസിൻ്റെ പെർസ്പെക്റ്റീവിലുണ്ട്, ദെൻ കോർപ്പറേറ്റ്സിൻ്റെ പെർസ്പെക്റ്റീവിലുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്താണ്? പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി, കോർപ്പറേറ്റ് ഗവർണൻസ്, ടാക്സ് പോളിസീസ് ആൻഡ് ഇൻസെൻറ്റീവ്സ്, സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ്, റെഗുലേറ്ററി ട്രാൻസ്പെറൻസി, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും. MSMEക്ക് ആണെങ്കിലോ ആക്സസ് ടു ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റിൽ ആക്സസ് വരും. ഗവൺമെൻറ് സീസ് ലൈക്ക് MSMEക്ക് എന്താണ്? MSME ഉദ്യം രജിസ്ട്രേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ഉണ്ടാവും, പവർ, ഇൻ്റർനെറ്റ് ഒക്കെ. ലേബർ ലോസ് ആൻഡ് ഈസ് ഓഫ് ഹയറിങ്, അവർക്ക് എന്താണ് ഹയർ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് ആക്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ദെൻ FDI പോളിസി ആൻഡ് ട്രേഡ് റെഗുലേഷൻസ് ഫോർ കോർപ്പറേറ്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്സ്, ടാക്സേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി, അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ ഉണ്ടാവും. ഈസ് ഓഫ് ഡൂയിങ്
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്ത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് പെർഫോമൻസ്. എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്? എ റാങ്കിങ് സിസ്റ്റം ബൈ ദ വേൾഡ് ബാങ്ക് till 2020 to evaluate how simple it is to start and operate a business in a country. ഒരു കൺട്രിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ എത്ര സിമ്പിളാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ റാങ്കിങ് സിസ്റ്റം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, എത്ര എളുപ്പമാണ് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്യണം, അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതിൻ്റെ പാരാമീറ്റേഴ്സ് തന്നെയാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതിന് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം കൺസ്ട്രക്ഷൻ പെർമിറ്റ് അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടണം. അതിനൊക്കെ എത്ര ഈസിനെസ് ഉണ്ട് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ എത്ര ഈസിയാണ്, ക്രെഡിറ്റ് കിട്ടാൻ ഇങ്ങനെയാണ്. നമ്മുടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ടാക്സ് കൊടുക്കണം, പിന്നെ എന്താണ് എൻഫോഴ്സിങ് കോൺട്രാക്റ്റ്, പിന്നെ ട്രേഡിങ് അക്രോസ് ബോർഡേഴ്സ്. ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അല്ലെങ്കിൽ എത്ര എളുപ്പമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, India's progress. India significantly improved its ranking in recent years due to reforms in licensing, taxation, insolvency, etc. ഈ IBC കോഡ് അല്ലെങ്കിൽ GST, ടാക്സേഷൻ, ലൈസൻസിങ് ഒക്കെ വന്നതോടെ ഇന്ത്യയുടെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കുറച്ച് റീസെൻറ്റ് ഇയേഴ്സിൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം കുറച്ച് പേപ്പർ വർക്ക്സ് അല്ലെങ്കിൽ ടൈം ബൗണ്ടായിട്ട് നമുക്ക് റെസൊല്യൂഷൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ബിസിനസ് കോൺഫിഡൻസ് ഇൻഡെക്സ്. എന്താണ് ബിസിനസ് കോൺഫിഡൻസ് ഇൻഡെക്സ്? ഇറ്റ് മെഷേഴ്സ് ദ കോൺഫിഡൻസ് ലെവൽ ഓഫ് ബിസിനസ് എക്സിക്യൂട്ടീവ്സ് അബൌട്ട് ദ ഫ്യൂച്ചർ ഇക്കണോമിക് കണ്ടീഷൻസ്. ഫ്യൂച്ചർ ഇക്കണോമിക് കണ്ടീഷൻസിനെ പറ്റി അതിൻ്റെ ബിസിനസ് എക്സിക്യൂട്ടീവിൻ്റെ കോൺഫിഡൻസ് ലെവൽ മെഷർ ചെയ്യും. എ ഹൈ BCI മീൻസ് ബിസിനസ്സസ് ആർ പോസിറ്റീവ് അബൌട്ട് ഗ്രോത്ത് ലീഡിങ് ടു മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ. കൂടുതൽ ബിസിനസ് കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട് എന്ന അർത്ഥം വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് അതിന് മീൻ ചെയ്യുന്നത് എന്താണ്, ബിസിനസ് എല്ലാം ഒരു പോസിറ്റീവാണ്. എന്തിനെ പറ്റി, ഗ്രോത്തിനെ പറ്റി. അവരെല്ലാം ഒരു മോർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പാൻഷനിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അത് പബ്ലിഷ്ഡ് ബൈ ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ പേര് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് എന്താണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. നമുക്ക് പേര് കേൾക്കുമ്പോഴേ തരാം എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയോ ഇമ്പാക്റ്റ് വരുന്നു, അത് നോക്കുന്ന കാര്യമാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന്. എ പ്രോസസ് ടു ഇവാലുവേറ്റ് ദ എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസ് ഓഫ് പ്രപ്പോസ്ഡ് ഇൻഡസ്ട്രിയൽ ഓർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്. നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് കൊണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന കോൺസിക്വൻസസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ടു ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. എന്താണ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ടു റെഡ്യൂസ് ഹാം ത്രൂ ചേഞ്ചസ് ഇൻ പ്രൊജക്ട് ഡിസൈനിങ്. പ്രൊജക്ട് ഡിസൈൻ അതായത് പ്രൊജക്ട് ഡിസൈൻ കൊണ്ട് അതിൻ്റെയൊക്കെ ചേഞ്ചസ് വരുത്തി നമുക്ക് ഹാം റെഡ്യൂസ് ചെയ്യുക. ടു ഹെൽപ്പ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ സുസ്ഥിര വികസനം അതിനെ ഹെൽപ്പ് ചെയ്യുക. ഇനി അതിൻ്റെ പ്രോസസ്സാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. സ്ക്രീനിങ്, അതായത് ഇത് ആവശ്യമാണോ എന്ന് ആദ്യം സ്ക്രീൻ ചെയ്യും, അതിന് ശേഷം ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ അസസ് ചെയ്യും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പോസിബിൾ ഇഫക്ട്സ് ഒക്കെ സ്റ്റഡി ചെയ്യും, അതിനുശേഷം സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യും. പിന്നെ ലോക്കൽ കമ്മ്യൂണിറ്റി വ്യൂസ് അല്ലെങ്കിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻസ് ഒക്കെ എടുക്കും, അവരെങ്ങനെയാണ് ഇതിനെ വ്യൂ ചെയ്യുക എന്നൊക്കെ നോക്കും. അതിനുശേഷം ഡിസിഷൻ മേക്കിംഗ്, അപ്രൂവൽ ഓർ റിജക്ഷൻ എന്തായാലും സംഭവിക്കണം. ദെൻ മോണിറ്ററിങ്, പ്രീ ഇംപ്ലിമെൻറ്റേഷൻ ട്രാക്കിംഗ്, അതായത് നമ്മളൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ട്രാക്കിംഗ്, അതിനുശേഷം നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ബിസിനസ് കോൺഫിഡൻസ് ഇൻഡെക്സ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ, MSMEസിൻ്റെ, കോർപ്പറേറ്റ്സിൻ്റെ പറഞ്ഞു. ദെൻ നമ്മൾ എന്താ പറഞ്ഞത്, മൈക്രോ എൻവയോൺമെൻറ്റ്, മാക്രോ എൻവയോൺമെൻറ്റ് വരുന്ന എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, പിന്നെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, അതായത് ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, നേച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ദെൻ മീനിങ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ. ഇത് നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റിലെല്ലാം കവർ ചെയ്ത് പോകുന്നതാണ്. നെക്സ്റ്റ് തൊട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആണ് 2nd to 5th മൊഡ്യൂൾ വരെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.